നാടിന്റെ മടിത്തട്ടിൽ അക്ഷരം തേടിപ്പോകുന്ന തിരുവല്ലാമലയിലെ കുരുന്നുകളെ കാത്തിരിക്കുന്നത് ദുരിതത്തിന്റെ വഴികൾ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഈ അംഗനവാടി നരകയാതനയിൽ. CCV ടീം നടത്തിയ സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. നാടെങ്ങും സ്കൂളുകളിലെ പ്രവേശനോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചപ്പോൾ പ്രവേശിക്കാൻ വഴിയില്ലാത്ത ഒരു അംഗനവാടിയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ആ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം. നാടായ നാട്ടിലെല്ലാം അങ്കണവാടികളിൽ പ്രവേശനോത്സവങ്ങൾ ആഘോഷങ്ങളാകുമ്പോൾ തിരുവല്ലാമല മലേശമംഗലത്തെ 148 നമ്പർ അങ്കണവാടിയിലേക്ക് എത്തുന്ന കൊച്ചു കുരുന്നുകളുടെ ഓരോ ചുവടുവെപ്പും ഇന്ന് ഭീതിയുടെ നിഴലിലാണ്. അമർ ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം വനമേഖലയിലൂടെ കാടുകയറിയ പാതയിലൂടെ വേണം വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ഭയന്ന് ഇവർക്ക് അറിവിന്റെ കേന്ദ്രത്തിലെത്താൻ. ഇത്തരം ദുർഘടം പിടിച്ച പാതയിലൂടെ നടന്നു വേണം ദാ കാണുന്ന അംഗനവാടിയിലെത്താൻ. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ കുഞ്ഞുമക്കളോ പഠിക്കുന്ന അംഗനവാടിയാണ് ഇങ്ങനെയുള്ള പാതയിലൂടെ സഞ്ചരിച്ച് എത്തേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത്, അതും കുഞ്ഞുമക്കൾ. അതുമാത്രമല്ല, മഴക്കാലത്ത് ഈ പാറയിൽ വഴുക്കലേറ്റിട്ട് കുട്ടികൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആ സമയത്ത് കുട്ടികൾ അംഗനവാടിയിൽ എത്താൻ പെടുന്ന ഒരു പാട് നമുക്ക് ചിന്തിക്കാനും അപ്പുറമാണ്. സുരക്ഷിതമായിരുന്ന കൃഷിവകുപ്പിന്റെ കെട്ടിടത്തിൽ നിന്നും യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാത്ത ഈ കാട്ടിലേക്ക് അങ്കണവാടിയെ പറിച്ചു നട്ടതിന് പിന്നിൽ ചില നിഗൂഢ താല്പര്യങ്ങളുണ്ടെന്ന് പ്രദേശവാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഈ കെട്ടിടത്തിൽ കുരുന്നുകളെ തള്ളിവിട്ട അധികാരികളുടെ നടപടി കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം പോലും ദൂരെ നിന്ന് തലച്ചുമടായി കൊണ്ടുവരേണ്ടി വരുന്നത് ടീച്ചറുടെയും സഹായിയുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഒരാൾ അവധിയായാൽ പോലും വെള്ളം ശേഖരിക്കാൻ രക്ഷിതാക്കളുടെ സഹായം തേടേണ്ട ഗതികേടിലാണിവർ. നല്ല ബുദ്ധിമുട്ടാണ്. പാറയൊക്കെ നല്ല വഴുക്കലുണ്ട്. അപ്പോൾ കൊണ്ടുവന്നോട് അമ്മമാർക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും അവർ ഇവിടെ അടുത്തുള്ളവരൊക്കെ പരമാവധി സഹായിക്കുന്നുണ്ട്. നല്ല ബുദ്ധിമുട്ടാണ് കൊണ്ടുവന്നാക്കാൻ. വഴി എന്തായാലും വേണം ഇവിടെ. ഇതിപ്പോ വനം പ്രദേശം ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ ഇപ്പൊ കാടൊക്കെ വൃത്തിയാക്കി പാമ്പിന്റെ ഭീഷണി ചുറ്റുമതിലുകളാണെങ്കിൽ ഇല്ല. പിന്നെ വെള്ളം അതില്ലാത്തോണ്ട് നല്ലൊരു ബുദ്ധിമുട്ട് കുറവാണല്ലേ. വെള്ളമാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ബോർവെല്ലോ അല്ലെങ്കിൽ ജലനിധിയുടെ അങ്ങനത്തെ ഒരു കണക്ഷനോ അങ്ങനത്തെ ഒന്നും ഇവിടേക്ക് വന്നിട്ടില്ല. ഈ കുട്ടികളുടെ ഫുഡൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവിടെ ഒരു വീട്ടിലിറക്കി അവിടെ നിന്ന് ഇവിടെ ആളെ വെച്ച് ഏറ്റിക്കടത്തലാണ്. അതിനായിട്ട് സ്പെഷ്യലായിട്ട് കൂലി കൊടുക്കും. കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കും. ടീച്ചറുടെ കയ്യിൽ നിന്നാണോ പൈസ കൊടുക്കുന്നത്? ഇതിപ്പോ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. വരുന്ന സാറുമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പഞ്ചായത്തിൽ പരാതി കൊടുക്കാനും അതിനൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ വെച്ച് നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് വെള്ളം കൊണ്ടുവരണം. പിന്നെ ബാക്കിയെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പൊ അന്നത്തെ ദിവസത്തെ സ്റ്റോക്കൊക്കെ വരികയാണെങ്കിൽ കൂടെ തന്നെ അങ്ങോട്ട് പോവാനോ ഒന്നിനും പറ്റില്ല. ഗ്യാസ് അങ്ങനത്തെ അതൊക്കെ നമ്മൾ അവിടെ ഏറ്റി വരിക. അപ്പൊ അതിന് സ്പെഷ്യൽ കൂലി. വാഹന സൗകര്യം പോലുമില്ലാത്ത ഈ പാതയിലൂടെ അങ്കണവാടിയിലേക്കുള്ള അവശ്യ സാധനങ്ങൾ തലച്ചുമടായി എത്തിക്കാൻ സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഭീമമായ തുക ജീവനക്കാർക്ക് ചെലവാക്കേണ്ടതായും വരുന്നു. ഇതുവരെ ഒന്നും അങ്ങനെ ആരും പ്രവർത്തന മെമ്പർമാരും ഇതുപോലെ ഇടപെട്ടിട്ടില്ല. ചാനലുകാരായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ പുതിയ കെട്ടിടം വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പണിയാതെ അങ്ങനെ നിർത്തി, വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇവിടെ തന്നെ കേട്ടാണ് അല്ലേ. ഇതിപ്പോ കുട്ടികൾ വരാൻ കുഴപ്പമൊന്നുമില്ല. എത്രയും എല്ലാ വർഷവും ഇവിടെ തന്നെ എപ്പോഴും വരാറ്. അല്ല, എല്ലാ വർഷവും കുട്ടികൾ ഉണ്ടാവാറുണ്ടോ അതോ കുറവ് ഈ വഴി കാരണം അങ്ങനെ കുറവ് ഉണ്ടാവാറില്ല? ഈ ഭാഗത്തുള്ള എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു അംഗനവാടിയാണ്. വർഷങ്ങളായി തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ ജാഫർ അടക്കമുള്ളവർ പഞ്ചായത്ത് അധികാരികളെ പലതവണ സമീപിച്ചിട്ടും നടപടികൾ മാത്രം മരീചികയായി തുടരുന്നു. എൻ്റെ മകനിക്ക് 27 വയസ്സായി. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഒരു അംഗൻവാടിയിൽ നമ്മൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ അന്ന് കാലത്ത് എന്തായാലും നഴ്സറി സ്കൂളായിട്ട് നമുക്ക് പ്രതീക്ഷ ഈ അംഗൻവാടികളാണുള്ളത്. അപ്പോൾ ഈ 148 അംഗൻവാടിയിൽ എൻ്റെ മകൻ ഒരു 22 വർഷം മുമ്പ് ഇതേ അംഗൻവാടിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കാലത്തും ഇതേപോലെയുള്ള വഴികളാണ്. യാത്രാ സൗകര്യം വളരെ ദുർഘടമായിട്ടുള്ള രീതിയിലാണ് ജനങ്ങൾ മക്കളവിടെ എത്തിക്കുന്നത്. പന്നി, ഇതേപോലെ കുറുക്കന് ഒക്കെ ഉള്ള ഏരിയകളാണ്. അത് ഇവിടുന്ന് പടിഞ്ഞാട്ടാണ് റോഡ് എൻ്റെ വീട്ടിലേക്കുള്ളത്.
പിന്നെ ഇപ്പോൾ അംബേദ്കർ ഉന്നതിയിൽ നിന്നുണ്ട് 1/2 കിലോമീറ്റർ ഉണ്ട് ഈ ഫോറസ്റ്റ് കൂടെയുള്ള വഴി. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഉന്നതിയുള്ള ആളുകൾ വരുന്നത്. പിന്നെ ഇതിൽ ഒന്ന് പറയാനുള്ളത്, മഴക്കാലമായാലിപ്പോൾ സാറുമാർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മലവെള്ളം കുത്തിയൊലിച്ച് വരുന്നുണ്ട്. അപ്പോൾ അമ്മമാർ കുട്ടികളപ്പോൾ എന്തായാലും എടുത്തിട്ടാണ് വരിക. എങ്കിലും അമ്മമാർക്ക് പോലും ഈ മഴവെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ അവർക്ക് ഈ കുട്ടികളെ എടുത്തിട്ട് ബാഗ് കൊടുത്തിട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇവിടുത്തെ കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാവരുടെയും അറിയാം. ഈ അംഗനവാടി ടീച്ചർമാരുടെ ബുദ്ധിമുട്ടറിയാം. അവർ ഭക്ഷണ സാധനങ്ങൾ ഏറ്റിയിട്ട് ഒരാൾക്ക് 300 രൂപ കൊടുത്തിട്ടാണ് ഭക്ഷണ സാധനങ്ങൾ ഏറ്റിയിട്ട് വരുന്നത്. ചുറ്റുമതിലില്ലാത്ത ഈ കെട്ടിടത്തിൽ കുരുന്നുകളുടെ ജീവൻ പണയം വെച്ചുള്ള പ്രവർത്തനം ഒട്ടും ആശ്വാസമല്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടവും വെള്ളമില്ലാത്ത വാട്ടർ ടാങ്കും നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ ഭരണകൂടം കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇവിടെ ജലനിധിയുമില്ല, ജലജീവനുമില്ല. ജീവനില്ലാത്ത ഒരു വാട്ടർ ടാങ്ക് മാത്രം, അതില് വെള്ളമില്ല. കുടിവെള്ളമില്ലാത്ത ടാങ്കുകൾക്ക് താഴെ ജീവനക്കാർ വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കണം. ചേലക്കര MLA അടിയന്തരമായി ഇടപെട്ട് തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിവിടെ കുടിവെള്ളം ഒരുക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. വന്യമൃഗങ്ങളുടെ ഭീഷണിയില്ലാത്ത വഴിയും സുരക്ഷിതമായ മതിലും കുടിക്കാൻ അല്പം തെളിനീരും മാത്രമാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ കൊച്ചു കുരുന്നുകൾക്ക് സുരക്ഷിതമായ അറിവ് നേടാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി നൽകാൻ ഇനിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണം. അടിയന്തരമായി അങ്കണവാടിയിലേക്ക് വഴിയും ചുറ്റുമതിൽ നിർമ്മിക്കുകയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെയോ മറ്റോ ഉപയോഗപ്പെടുത്തി അങ്കണവാടിയിലേക്കുള്ള വഴി അടിയന്തരമായി നവീകരിക്കണമെന്നും നാട്ടുകാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവില്ലാമല. നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവില്ലാമല ആൻഡ് കുവൈറ്റ്.